ഹായ്. FB ലൈവ് പോയിരുന്നു കുറച്ച് നേരം മുന്നേ. അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് അത് ഫേസ്ബുക്ക് ഇല്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. യൂട്യൂബ് ഇതിലും കൂടെ ഇൻസ്റ്റയിലും കൂടെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ രണ്ടും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. ഹായ്, എല്ലാവർക്കും ഹായ്. അവിടെ കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റുമെന്നാണ്, റിപ്ലൈ ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. ഫേസ്ബുക്കിൽ മാക്സിമം എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ സുഖമായിട്ട് പോകുന്നു. അവിടുത്തെ ലൈവ് കുറച്ച് എനിക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പം ഇൻസ്റ്റയിൽ കുറച്ചുകൂടെ ഓക്കെ ആയി. എല്ലാവരും കേൾക്കാമല്ലോ അല്ലേ? ഓഡിബിൾ ആണല്ലോ? ഹായ് പറയാവുന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഹായ്. അതെന്തായാലും നന്നായി. ഓക്കെ. കാരണം ചിലർക്ക് ഇതില്ല, ഇൻസ്റ്റ ഉള്ളവർ മിക്കവരും ഇപ്പോൾ ഫേസ്ബുക്ക് അധികം ആൾക്കാർ യൂസ് ചെയ്യുന്നില്ലല്ലോ. പലരും അത് ഡീആക്ടിവേറ്റ് ചെയ്ത് വെച്ചിട്ട് കംപ്ലീറ്റ്ലി ഇൻസ്റ്റയിലോട്ട് മാറിയിട്ടുണ്ട്. അനുമോൾ വിളിച്ചിരുന്നു, മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. മീറ്റ് പ്ലാൻ ചെയ്തിട്ടൊന്ന് മീറ്റ് ചെയ്യണം. ഹായ് മരിയ, ഫ്രണ്ടൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹായ്, ഓഡിബിൾ ആണെന്നൊക്കെ പറയുന്നുണ്ട്. ബ്രൈറ്റ് ജോയിൻ ചെയ്തിട്ടുണ്ട്. കുറേ ഫ്രണ്ട്സ് ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ, ഇൻസ്റ്റ ആയതുകൊണ്ടായിരിക്കും. ഹാപ്പി ടു കണക്ട് എല്ലായിടത്തും കുറേ നാൾക്ക് ശേഷം. റെമിൻ എല്ലാവരും ഉണ്ടല്ലോ. അനു ചേച്ചിയായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അനുമായിട്ട് കോണ്ടാക്ട് ഉണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെയാണ്, കംപ്ലീറ്റ്ലി ഓക്കെയാണ്. രമി ചേച്ചി ഹായ്. എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, എൻ്റെ ഫാമിലി ഫ്രണ്ടും കൂടെ ആണ്. എൻ്റെ മാക്സിമം എല്ലാ ഇവൻറ്റിനും പുള്ളിക്കാരിയാണ് എൻ്റെ മേക്കപ്പ് ചെയ്യുന്നത്. പിന്നെ മരിയ ചേച്ചി എന്നും പറഞ്ഞിട്ട് ആരോ മെസ്സേജ് ഉണ്ട്, ചേച്ചി നമുക്ക് മീറ്റ് ചെയ്യണം. ഡെഫിനറ്റ്ലി മീറ്റ് ചെയ്യാം. ഒത്തിരി പേര് മീറ്റ് ചെയ്യാം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. എവിടെ ഇപ്പം ഞാൻ പുറത്തോട്ട് പോയിട്ട് വന്ന് കാണുമെന്ന് ചിലർ വന്നിട്ട് സെൽഫി എടുക്കാറുണ്ട്. മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ ഇന്ന സ്ഥലത്താണ് ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്കും എന്താ വേണ്ടേ? ബ്രൈറ്റ് സെയിം ഹിയർ, ഹാപ്പി ടു സീ യു ഡിയർ. ബ്രൈറ്റ് എൻ്റെ UK ഷോയിലെ ആങ്കർ ആയിരുന്നു, ക്ലോസ് ഫ്രണ്ടാണ്. ലച്ചു ഓക്കെയാണോ? മരിയ ചോദിക്കുന്നുണ്ട്. ഓക്കെയാണ്, വിളിക്കാറില്ലല്ലോ. മസ്താനി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹായ് മസ്താനി. പിന്നെന്താ, വേറെ ആരാണ്? ചേച്ചി സോങ് സൂപ്പർ ആയിരുന്നു, താങ്ക് യു കേട്ടോ. സോങ്ങിൻ്റെ കുറേ പേര് ഫീഡ്ബാക്ക് പറയുന്നുണ്ട്. ഫുഡ് കഴിച്ചോ? ഇല്ല, നൈറ്റിൽ ഫുഡ് കഴിച്ചിട്ടില്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കഴിക്കത്തുള്ളൂ. വേറെ കൊച്ചിയിലാണ്. ചായ കുടിച്ചു. ഞാൻ ചായ കുടിക്കാറില്ല, ചായ കുടി കുറവാണ്. എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? കുറേ പേര് ഇൻസ്റ്റയിലാണ് മാക്സിമം ഞാൻ മെസ്സേജിന് റിപ്ലൈ വരുന്നതും. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആണ് ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റ് വോട്ട് ചെയ്തത്. ആൻഡ് ദാറ്റ്സ് യു ലക്ഷ്മി ഫോർ ദാറ്റ്. ഇല്ല, ഓക്കെ, താങ്ക് യു സോ മച്ച്. ബിഗ് ബോസിൽ എന്താ പറയണ്ടേ, പോകുന്ന സമയത്ത് വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെ പോവാ ഞാൻ. ഓക്കെ, കിട്ടി പോയാൽ പോയി എന്നും പറഞ്ഞിട്ട് അത്രയും ഇതായിട്ട് പോവുമായിരുന്നു. ബട്ട് ഇവിടെ നിങ്ങൾ കണ്ടത് എന്നെ തന്നെയാണ്, എൻ്റെ ശരിക്കുള്ളൊരു ക്യാരക്ടർ തന്നെയാണ് കണ്ടത്. എനിക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്, അങ്ങനെയുള്ള എല്ലാം. പിന്നെ വലിയൊരു വ്യത്യാസം വന്നത്, ഞാൻ കുറച്ചുകൂടി ഇപ്പോൾ ഹാപ്പിയാണ്, ഹാപ്പിയർ ദാൻ ബിഫോർ ആണ് ആഫ്റ്റർ ബിഗ് ബോസ്. പിന്നെ ആൾക്കാരുടെ സപ്പോർട്ട് ഇതൊക്കെ കണ്ടിട്ട് ഞാൻ തന്നെ ഒട്ടും പ്രതീക്ഷയല്ല. ഗിവ് അവേ റിസൾട്ട് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഗിവ് അവേയുടെ റിസൾട്ട് ട്യൂസ്ഡേ ഈവനിങ് ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. അത് ട്യൂസ്ഡേ ഈവനിങ് ആണ് അനൗൺസ് ചെയ്യുക. സോ ആരെങ്കിലും ഇനിയും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ പ്ലീസ് ടു പാർട്ടിസിപ്പേറ്റ്. അത് ഹെസിറ്റേറ്റ് ചെയ്യരുത്, ടൈം ഇനിയുണ്ട്. സോ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. പിന്നെ വേറെന്താണ്? ഓക്കെ, കുറച്ച് പേര് ഇന്നത്തെ ലൈവിൽ ആഡ് ചെയ്യുന്നുണ്ടായിരിക്കും. റിക്വസ്റ്റ് വന്നിട്ട് ഒന്ന് നോക്കിക്കോട്ടെ. റിക്വസ്റ്റ് ജോയിൻ. ഓക്കെ, ഡ്രസ് ഡിസൈൻ കളർ, താങ്ക് യു. ഓക്കെ, കുറച്ച് മെസ്സേജസ് ഇതായിട്ടുണ്ട്. ദുബായ് മീറ്റപ്പ് ഉണ്ടോ? ദുബായ് മീറ്റപ്പ് ആരെങ്കിലും ദുബായിലോട്ട് ഇൻവൈറ്റ് ചെയ്താൽ ഞാൻ വന്നിട്ട് മീറ്റപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ആസ് ഓഫ് നോ ദുബായ് പ്ലാൻസ് ഒന്നുമില്ല. വരുന്നുണ്ടെങ്കിൽ എന്തായാലും മീറ്റപ്പ് വെക്കാം കേട്ടോ. അവിടെ കുറേ ആൾക്കാർ അവിടുന്ന് എബ്രോഡിൽ നിന്നുള്ള ഒത്തിരി പേര്, ഇപ്പം സീനത്ത ത്രൂ ആണെങ്കിലും ഒത്തിരി പേര് അവിടെ നിന്നൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസിൽ വന്നത് നല്ല ഡെസിഷൻ എന്ന് തോന്നുന്നുണ്ട്. ഡെഫിനറ്റ്ലി നല്ല ഡെസിഷൻ എന്ന് തോന്നുന്നുണ്ട്. കാരണം കുറേ ആൾക്കാർ ഇതിൽ വരാനൊക്കെ ഇങ്ങനെ മടിച്ചു നിൽക്കും. കാരണം നെഗറ്റീവ് ആൾക്കാരെ ജഡ്ജ് ചെയ്യുന്നുള്ളൊരു കാര്യം കൊണ്ട് തന്നെ. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അറ്റാക്ക് പല കാര്യങ്ങൾ വെച്ചിട്ട് വരാം, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം എടുത്തിട്ട്. ബട്ട് അങ്ങനെ ഒരു കാര്യം ഓക്കെ ആണെങ്കിൽ അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പുണ്ടെങ്കിൽ നെഗറ്റീവ് കമന്റ്സും വരും. ഇപ്പോൾ കംപ്ലീറ്റ്ലി 100% പോസിറ്റീവ്സ് മാത്രമായിട്ട് ആരും ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റും ഇപ്പോഴും ഒരിക്കലും ഉണ്ടായിട്ടില്ല. അത് ഹാൻഡിൽ ചെയ്യാനുള്ളതുണ്ടെങ്കിൽ ബിഗ് ബോസ് ഈസ് എ ഗുഡ് പ്ലാറ്റ്ഫോം. നമുക്ക് മാക്സിമം വിസിബിലിറ്റി കിട്ടുന്ന ഒരു സ്ഥലമാണ്.
ഫേക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഫേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. നമുക്ക് നമ്മളായിട്ട് ഇവിടെ നിൽക്കാനേ പറ്റത്തില്ല. ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മുടെ ശരിക്കുള്ള സ്വഭാവം അവിടെ പുറത്ത് വരും എന്നാണ് ഞാൻ കണ്ടത് വെച്ച് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. എന്താണ് കുറേ മെസ്സേജസ് ഉണ്ട്. ബിഗ് ഫാൻ, റീ എൻട്രി എക്സലന്റ്, ഓക്കെ. അമ്മ ന്യൂസും അത് തമിഴ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, മോൻ എവിടെയാ? മോൻ ജോയിൻ ചെയ്യുന്നുണ്ട്. കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ട് മോനും കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അവനെ ഫുൾ ടൈം ഇരുത്താൻ പറ്റത്തില്ല, അവൻ നല്ല സംസാരം ആയതുകൊണ്ട് എനിക്കൊന്നും പിന്നെ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ലാസ്റ്റ് അവനും കൂടെ ജോയിൻ ചെയ്യുന്നുണ്ടാവും. നിലപാടൊക്കെ മാറുന്നതിന് അതെ, നിലപാടൊക്കെ മാറും. എനിക്ക് ചില സമയത്ത് മാറ്റവും കാര്യങ്ങളൊക്കെ വരും. ഞാനും ഒരു ഹ്യൂമൻ ബീങ് ആണ്, എനിക്കും തെറ്റും കാര്യങ്ങളൊക്കെ വരും. ഇൻഫ്ലുവൻസ് ആവാം, ഒത്തിരി കാര്യങ്ങൾ വരാം. എപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. ഓക്കെ, എല്ലാവരുമായിട്ടും കോണ്ടാക്ട് ഉണ്ട്. സമന്യു ഇവിടെ ഉണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യും. ബിഗ് ബോസ് സാലറി അതൊക്കെ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് അല്ലേ, അതൊക്കെ ചോദിക്കണോ? വലിയ സാലറി ഒന്നും ഇല്ല, ബട്ട് അത്യാവശ്യമുണ്ട്. വേറെന്താണ്? ചേച്ചി ഒരു ഹായ് പറയോ? പ്രാബി ഹായ്. ഞാൻ ഇൻഡിവിജ്വലി ആരുടെയും പേര് ഇങ്ങനെ ഹായ് പറയുന്നില്ല കേട്ടോ. ഫേസ്ബുക്ക് ലൈവിൽ അതങ്ങനെ ചെയ്ത് എനിക്ക് ഇന്ററാക്ട് ചെയ്യാനോ സംസാരിക്കാനോ അങ്ങനെ ഇതാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരു മിനിറ്റ്, ആരൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് അലോ ചെയ്യണം. ഗിവ്വേയുടെ സ്പോൺസർ ആണ് അവര്. ആരാണ്? Hi, Swapna Chechi. Hi. How are you? All good. Thank you so much for No having problem. me. ഇത് നമ്മുടെ ഒരു ഗിവ് അവേ ഇപ്പൊ റൺ ചെയ്യുന്നുണ്ട് എന്റെ പേജില്, ഫ്ലൈ ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ. അതിന്റെ വൺ ഓഫ് ദ ഓണേഴ്സ് ആണ് സ്വപ്ന ചേച്ചി. ഒരിക്കലും എന്റെ ക്ലോസ് ഫ്രണ്ട് ആണ്. സോ ആൾക്കും കൂടെ FB ലൈവ് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു ഇൻസ്റ്റയില് ജോയിൻ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. സോ ആളും കൂടെ ഉണ്ട് നമ്മുടെ കൂടെ. ട്യൂസ്ഡേ ഈവനിങ് വരെയാണ് ടൈം ഉള്ളത്. അപ്പോ സ്റ്റിൽ ടൈം ഉണ്ട് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എല്ലാവർക്കും അറിയായിരിക്കും. സ്വപ്ന ചേച്ചി എന്താ പറഞ്ഞോളൂ എല്ലാവർക്കും. ഇത് ആക്ച്വലി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാ ആൾക്കാർക്കും ട്രാവൽ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ബിക്കോസ് കോവിഡ് കഴിഞ്ഞാണ് നമ്മളൊക്കെ ഇങ്ങനെ ട്രാവലിന്, മലയാളികൾ പൊതുവെ ട്രാവൽ ചെയ്യാറില്ല. അപ്പൊ കോവിഡ് ഒക്കെ കഴിഞ്ഞ ആൾക്കാർ ഇങ്ങനെ സേവിങ് എന്നുള്ളത് വിട്ടിട്ട് ട്രാവലായി. പക്ഷെ എല്ലാവർക്കും എന്റെ ഒരു മെയിൻ എയിം എന്ന് പറഞ്ഞാൽ അധികം പൈസ ഇല്ലാതെ ആൾക്കാർക്ക് എങ്ങനെ ബഡ്ജറ്റ് ചെയ്ത് ട്രാവൽ ചെയ്യാം. അറ്റ് ദ സെയിം ടൈം നമ്മൾ പ്രീമിയവും ചെയ്യുന്നുണ്ട്. അപ്പൊ എക്സ്പെഷ്യലി നാട്ടിലെ ലേഡീസിനെ ട്രാവൽ ചെയ്യിക്കുന്നതിനോടാണ് എനിക്ക് ഭയങ്കര, ബിക്കോസ് ആൾക്കാർക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമായിരിക്കും. അപ്പം ഇവിടെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ട്രിപ്പുകൾ ചെയ്യുക എന്നുള്ളതാണ്. ലേഡീസ് ഗ്രൂപ്പ് ട്രിപ്പ്, ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിലുള്ളവരെ കൊണ്ടുവന്ന് ട്രാവൽ ചെയ്യിപ്പിക്കുക. വലിയ ബഡ്ജറ്റൊന്നും ഇല്ലാതെ വളരെ കുറച്ച് ബഡ്ജറ്റില്. അപ്പൊ അതാണ് മെയിൻ ആയിട്ടും. പിന്നെ ടിക്കറ്റിങ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. വിസാസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്റെ മെയിൻ ഉദ്ദേശം എല്ലാരും ട്രാവൽ ചെയ്യുക. ഞങ്ങളുടെ കൂടെ ചെയ്യണം എന്നില്ല, ബട്ട് എല്ലാരും ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. നമ്മൾ ഈ ലോകം എന്തൊരു ബ്യൂട്ടിഫുൾ ആണ്. നമ്മളിങ്ങനെ ഒരു ചെറിയ സ്ഥലത്ത് നമ്മുടെ വീട്ടിൽ മാത്രം ഇരുന്ന് നമ്മള് ഇറ്റ്സ് ഗുഡ് ടു ട്രാവൽ അറൌണ്ട്. അപ്പം പല ആൾക്കാരെ കാണാം, പല ജീവിത രീതികൾ കാണാം. സോ അതാണ് എന്റെ മെയിൻ എയിം സത്യം പറഞ്ഞാല്. സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. ഞാനപ്പോ ട്രാവലിംഗിന്റെ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മള് ലോകം കാണുക എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പൊ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷർ അത് വേറെ. നമ്മള് ഫോണും കയ്യിൽ വെച്ചിട്ട് നമുക്ക് കണക്ഷൻ ഉണ്ട്, കണക്ടിവിറ്റി ഉണ്ട്, എല്ലാം ഉണ്ട്. ബട്ട് ആ ഒരു എക്സ്പീരിയൻസ് അല്ല. നമ്മൾ ആൾക്കാരെ കാണുക, അവരായിട്ട് ഇന്ററാക്ട് ചെയ്യുക. എനിക്ക് തോന്നുന്നു സ്ട്രേഞ്ചേഴ്സുമായിട്ട് നമ്മൾ സംസാരിക്കുന്ന ടൈമിൽ നമുക്ക് കിട്ടുന്ന ഒരു ഫ്രീഡം ഉണ്ടല്ലോ, അത് ചിലപ്പോൾ നമുക്ക് ക്ലോസ് ഫ്രണ്ട്സുമായിട്ട് ചിലപ്പോൾ കിട്ടണമെന്നില്ല. കുറച്ച് ചെറിയ കോൺവെർസേഷൻ നമുക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആവും ലൈഫിൽ തന്നെ. സോ അങ്ങനെയുള്ള ഇപ്പൊ ട്രാവലിന്റെ കാര്യം വരുമ്പോൾ ലേഡീസിന്റെ ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. വീട്ടിലെ റെസ്പോൺസിബിലിറ്റി എടുത്തിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റാതിരിക്കും. എനിക്ക് ഒരുപാട് പേരെ അറിയാം റിട്ടയർമെന്റിന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. റിട്ടയർ ആയി കഴിഞ്ഞിട്ട് ട്രാവൽ ചെയ്യാം, അങ്ങനെ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് കഴിഞ്ഞിട്ട് കുട്ടികൾ വലുതായി കഴിഞ്ഞിട്ട് അങ്ങനെ ഒന്നും ഇരുന്നിട്ട് കാര്യമില്ല. ലൈഫ് ഒന്നേ ഉള്ളൂ, എല്ലാത്തിന്റെയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകണം. ഓക്കെ, സോ ഈ ഗീവ് അവേ കിട്ടുന്ന ആൾക്ക് ഞാൻ ഒത്തിരി പേരെ കമന്റും കണ്ടായിരുന്നു. ഇതുകൊണ്ട് എന്താ ചെയ്യാൻ പോകുന്നെന്നുള്ളത് ഐ സീരിയസ്ലി വിഷ് ഇത് നല്ലോണം എന്താ പറയണ്ടേ, ഒരു അത്ര ആവശ്യമുള്ള ഒരാൾക്ക് ഈ എമൗണ്ട് കിട്ടണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് പിന്നെയും ലൈവിലാണെങ്കിൽ ഇത് കുറച്ചുകൂടെ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത്. കൂടുതൽ പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പൊ അറിയാൻ കൂടുതൽ ആൾക്കാർ ഇനി അറിയാനുണ്ടെങ്കിൽ അത് കുറച്ച് ഡേറ്റും കൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തേ. ഇന്ന് സ്റ്റോപ്പ് ചെയ്യാന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ ട്യൂസ്ഡേ ഈവനിങ് വരെയും കൂടെ വെച്ചത്. അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരോട്ട് എത്തട്ടെ, അർഹതപ്പെട്ട ഒരാൾക്ക് തന്നെ എമൗണ്ട് കിട്ടട്ടെ. സോ താങ്ക് യു സോ മച്ച് സ്വപ്ന ചേച്ചി ഈ ഒരു ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തേന്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. See you. Bye. ലീവ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? ഐ ഹാവ് നോ ക്ലൂ എങ്ങനെയാണ്.
ഐ തിങ്ക് ഷി ലെഫ്റ്റ്. എനിക്ക് അറിയില്ല ഞാൻ മാത്രമാണോ ഇപ്പൊ ലൈവിലുള്ളത് അതോ വേറെ ആരെങ്കിലും കൂടെ ഉണ്ടോ? അറിയില്ല കേട്ടോ. ബാക്ക് ടു മെസ്സേജസ്. ലവ്ലി സീയിങ് യു ബോത്ത്. ഓക്കെ, എന്റെ ക്ലോസ് ഫ്രണ്ടാണ് മരിയ. മരിയയുടെ ക്ലോസ് ഫ്രണ്ടാണ് സ്വപ്ന ചേച്ചി. അങ്ങനെയാണ് ഞാൻ സ്വപ്ന ചേച്ചിയായിട്ട് കണക്ട് ആവുന്നത്. യുകെയിൽ ഞാൻ താമസിക്കുന്നതിന്റെ തൊട്ടടുത്ത് തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നെ. ഹായ്, ഐ ജസ്റ്റ് ലെഫ്റ്റ്. ഓക്കെ ഓക്കെ, സ്വപ്ന ചേച്ചി ലീവ് ചെയ്തിട്ടുണ്ട്. എന്താണ് വേറെ എന്താ ന്യൂ മൂവി അപ്ഡേറ്റ്സ്? മൂവി അപ്ഡേറ്റ്സ് ഇതാക്കിയിട്ട് ഞാൻ പറയാം. ഒരു പ്രൊജക്ട് എന്തായാലും ഉണ്ടാവും. വേറെ എന്താണ് എല്ലാവരുടെയും വിശേഷം പറ. സോ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. യൂട്യൂബ് ചാനൽ ഒഫീഷ്യലി ലോഞ്ച് ചെയ്ത ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അവിടെ എനിക്ക് കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ വലിയതായിട്ട് അങ്ങനെ ഇപ്പം ഹൗസിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ പുറത്തോട്ട് വന്നിട്ടുണ്ടാകത്തില്ല. എന്റേതായ വ്യൂ പോയിന്റ്സ്, റെക്കമെൻഡേഷൻ, മൂവി റിവ്യൂസ്, പാട്ട്, ട്രാവൽ, ഫുഡിൻ്റെത്. പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ന്യൂട്രീഷന്റെ കുറച്ച് കാര്യങ്ങൾ വേണം, അത് അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇതൊക്കെ ഇൻസ്റ്റയിൽ എനിക്ക് മെസ്സേജ് വരുമ്പോഴത്തേക്ക് ഞാനിതെല്ലാം മൈൻഡിൽ വെച്ചിട്ടുണ്ട്. എല്ലാത്തിന്റെയും കൂടെ മിക്സ് ആണെന്ന് ആദ്യം പറഞ്ഞായിരുന്നു. അങ്ങനത്തെ ഒരു യൂട്യൂബ് ചാനലായിരിക്കും. വേദലക്ഷ്മി ഒഫീഷ്യൽ എന്നാണ് പേജിന്റെ പേര് യൂട്യൂബിലെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് എന്റെ അപ്ഡേറ്റ്സ് മാക്സിമം അറിയാൻ ഞാൻ ഇനി അവിടെ ആയിരിക്കും കൂടുതൽ പോസ്റ്റ് ചെയ്യുക. മോർ ദാൻ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും. അതിനേക്കാളും കൂടുതൽ ഇനി യൂട്യൂബിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. പിന്നെന്താണ്, ഇപ്പൊ കുറച്ച് ഷോർട്സ് മാത്രമായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ലോങ് വീഡിയോ ചെയ്യണം. ലോങ് വീഡിയോ ഇനി സൂൺ അത് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാണ്? മിഥുൻ പിന്നെ രാജശ്ശേരി. താങ്ക് യു സോ മച്ച്. പിന്നെന്താണ്, ക്വസ്റ്റ്യൻസ് വല്ലതും ഉണ്ടോ നോക്കട്ടെ. ദേവ്നാഥിനും ആദിലക്ഷ്മിക്ക് ഒരു ഹായ് പറയാമോ? ഹായ് പറഞ്ഞിട്ടുണ്ടേ. ബി ടൈറ്റിൽ വിന്നർ എന്നൊക്കെ പറഞ്ഞിട്ട് ഹായ് അയച്ചിട്ടുണ്ട്. ഹാപ്പി ടു ഹിയർ ദാറ്റ്. ഐ എം ജിസേൽ ഫാൻ. ഹായ്, നൈസ് ടു മീറ്റ് യു. ജസ്റ്റ് ടോക്ക് ഇഫ് പോസിബിൾ. ഓക്കെ, സംസാരിക്കുക. ഓക്കെ, എന്റെ ടോക്കിംഗ് സ്റ്റൈല് ചിലർക്ക് ലൈക്ക് കുറച്ച് നാളായിട്ട് ഓക്കെ ഹേ ലക്ഷ്മി വെൻ ഈസ് യുവർ നെക്സ്റ്റ് മില്യൺ. ഓക്കെ, ഗൗതം വിൻസെന്റ് എന്റെ സോങ്ങിന്റെ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ഗൗതം വിൻസെന്റ് ലൈവിലുണ്ട്. ആള് നെക്സ്റ്റ് സോങ് ഞങ്ങൾ പ്ലാനിങ്ങിലാണ്. സോങ് റിക്വസ്റ്റ് കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം പാട്ടൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഏത് പാടണം എന്നുള്ളത്. വൺസ് ഈസ് ബാക്ക്. ആളിപ്പോ എബ്രോഡ് ആണല്ലേ. തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് അടുത്തത് റെക്കോർഡ് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്നത്. ടു ബി ഓണസ്റ്റ്, എനിക്ക് ഫസ്റ്റത്തെ ഇതില് സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ഹെഡ്സെറ്റ് വെക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആവും. പാടുമ്പോഴത്തേക്കും നമ്മൾ പറയും മിസ്റ്റേക്സ് പറ്റും. ഗൗതം അത് നല്ലോണം ക്ഷമയോടെ കുറച്ചു നേരം എടുത്തിട്ടാണ് എന്നെ കൊണ്ട് റെക്കോർഡ് ചെയ്യിപ്പിക്കുന്നത്. താങ്ക് യു ഫോർ ദാറ്റ്. അപ്പൊ ഇനിയും വന്നോളാം പറഞ്ഞപ്പോഴത്തേക്കും ഓക്കെ, എനിക്ക് സന്തോഷമായി ഇനി ചെയ്യാലോ എന്നുള്ളത്. പിന്നെ ഇത്ര പെട്ടെന്ന് ഒരു 2 മില്യൺ ഇത്ര ഫാസ്റ്റ് ആയിട്ടൊക്കെ വരും എന്നുള്ളത് അത് തീരെ ഞാൻ പ്രതീക്ഷിച്ചുള്ള കാര്യമല്ല കേട്ടോ. അങ്ങനെ സ്റ്റേജിൽ അങ്ങനെ അധികം ഞാൻ പാടിയിട്ടില്ല. പാട്ടുണ്ട് അഫ്കോഴ്സ്, സ്കൂളിലും അങ്ങനെയൊക്കെ പാടിയിട്ടുണ്ട്. പക്ഷെ റെക്കോർഡ് ചെയ്യുന്ന ഒരു ഫസ്റ്റ് റൗട്ട് വരുമ്പോഴത്തേക്കും അത് ഇത്രയും സ്വീകാര്യത കിട്ടും എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യം. പിന്നെ അപ്പാർട്ട് ഫ്രം ബിസിനസ് യു വേ മൈ ഫേവറേറ്റ് ഓക്കെ, ഫ്ലൈറ്റ് ടൂർസ് ആൻഡ് ട്രാവൽസ് പിന്നെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. എന്താണ് വ്ളോഗ് ഒക്കെ. പിന്നെ കുറെ പേര് ബിഗ് ബോസിൽ പോകുന്ന കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അതിന്റെയൊക്കെ എന്താ പറയണ്ടേ, ലൈക്ക് കോമഡേഴ്സിന് വരാനുള്ളൊരു അറിയാലോ, മൈജി ത്രൂ പോകാനുള്ളത് അറിയാം. അല്ലാതെ മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ പ്രൊഫൈൽ അയച്ചു കൊടുത്തിട്ട് ഓഡീഷൻസ് ത്രൂ ആണ് കയറുക. ഒത്തിരി ആൾക്കാർ ഇപ്പോൾ ആഗ്രഹം പറയുന്നുണ്ട്, ദേ വോണ്ട് ടു ഗോ ടു ബിഗ് ബോസ് എന്നുള്ളത്. ഡോണ്ട് ലെറ്റ് എനിത്തിങ് സ്റ്റോപ്പ് യു. ഒരു കാര്യം നിങ്ങളെ പുറകോട്ട് വലിക്കാതിരിക്കട്ടെ. ലൈക്ക് ചിലരിപ്പോ പറയും അങ്ങനത്തെ ഒരു ഷോയിൽ പോരുത്, ഭയങ്കര നെഗറ്റിവിറ്റി ഉണ്ട്, അത് ഇത് അങ്ങനൊന്നും ഇല്ല. യു ജസ്റ്റ് ഹാവ് ടു ബി യുവർ സെൽഫ്. അത് എന്താണെങ്കിലും അത് കിട്ടുന്നത് ഫെയിം എന്നുള്ളൊരു കാര്യമാണ്. ആൾക്കാർ നമ്മളെ മനസ്സിലാക്കും. നമ്മൾ എന്താണെന്ന് അറിഞ്ഞിട്ട് മാത്രമേ നമ്മളെ സ്നേഹിക്കത്തുള്ളൂ. അതാണ് ബിഗ് ബോസിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നല്ല സൈഡും ചീത്ത സൈഡും ഒക്കെ അറിഞ്ഞിട്ട് ആൾക്കാർ നമ്മളെ സ്നേഹിക്കുകയാണ്. അതൊരു വേറൊരു കൈൻഡ് ഓഫ് ഒരു സെലിബ്രിറ്റി മൂവിയിലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ ക്യാരക്ടർ കണ്ടിട്ടായിരിക്കും ഇഷ്ടപ്പെടുക. പക്ഷെ ഇതിനകത്ത് അങ്ങനല്ല, നമ്മുടെ ശരിക്കുള്ള സ്വഭാവം തന്നെ കണ്ടിട്ടാണ് ഇഷ്ടപ്പെടണോ സപ്പോർട്ട് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. സോ അതൊരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് സ്നേഹം എന്നാണ് ഇറങ്ങി കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായത്. ഫീൽസ് ഗുഡ്, നല്ല രസമാണ്. പിന്നെ വ്ളോഗ് ഒക്കെ അപ്ലോഡ് ചെയ്യോ? ലക്ഷ്മി ചേച്ചി നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓക്കെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അതിനകത്ത് പുറത്തോട്ട് വരുന്നത് എന്തായാലും എഡിറ്റഡ് വേർഷൻസ് ആണ്. ഓക്കെ, നമ്മൾ അവിടെ പറയുന്നതിന്റെ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ കുറച്ചൊരു ഭാഗം മാത്രമായിട്ടായിരിക്കും പുറത്തോട്ട് വരുന്നത്. നിങ്ങൾ ലൈവ് കാണുന്നുണ്ടെങ്കിൽ പോലും അത് ഡെഫേർഡ് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ടാവും. തലേ ദിവസത്തെയാണ് പിറ്റേ ദിവസം. ഇപ്പം നിങ്ങൾ ഇവിടെ മൺഡേ ആയിട്ട് കാണുന്നത്, ഞങ്ങളുടെ ആക്ച്വലി അവിടെ സൺഡേ ആണ്. സോ ആ ഒരു ഡിഫറൻസ് എന്തായാലും വരും. എനിക്ക് പറയേണ്ട കാര്യങ്ങളും ഇതും ഞാനൊരു പ്രത്യേക ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല ബിഗ് ബോസിൽ പോയേ.
ആ ഒരു കാര്യത്തിൽ മാത്രമായിട്ട് എന്നെ അങ്ങ് ഇതാക്കി നിർത്തരുത്. അത് മാത്രമല്ല, ഞാൻ വേറെ ഒത്തിരി കാര്യങ്ങളും ഉൾപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. സോ അതിലോട്ട് മാത്രമായിട്ടുള്ള ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിലല്ല. താങ്ക് യു ഫോർ ദാറ്റ്. അതിനുള്ള സപ്പോർട്ടിന് ഞാൻ താങ്ക്സ് പറയുകയാണ്. പക്ഷെ ഞാൻ നിലപാട് മാറ്റിയതല്ലായിരുന്നു. അത് ഞാൻ പിന്നെയും പറയുകയാണ്. ഓക്കെ. വേറെന്താണ്? വെൻ ആർ യു കമ്മിങ് ടു UK? ബ്രൈറ്റ് ചോദിച്ചിട്ടുണ്ട്. കുറച്ചാളുടെ നാട്ടിൽ നിന്നിട്ടേ വരുന്നുള്ളൂ ബ്രൈറ്റ്, ഇപ്പോൾ തന്നെ വരുന്നില്ല. ഫെയിമൊക്കെ കുറച്ചുകൂടെ എന്താ പറയണ്ടേ, ഒന്ന് കൂട്ടണം എന്നുണ്ട്. മീഡിയയിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ആസ് യു നോ, അവിടെ നിന്നിട്ട് ഇവിടുത്തെ വർക്കും കൂടെ ആയിട്ട് എന്തായാലും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം സമയം ഇപ്പൊ തീരെ ചെറുതില്ല. കുറച്ചാളുടെ നാട്ടിൽ നിന്ന് വർക്കൊക്കെ കുറച്ചുകൂടെ ഒക്കെ നോക്കിയിട്ടേ ഉള്ളൂ റിട്ടേൺ വരുന്നതിന്റെ കാര്യം ആലോചിക്കുന്നേ. ഷാനവാസിക്ക് ബർത്ത്ഡേ വിഷ് ചെയ്തായിരുന്നു. ഞാൻ പബ്ലിക്കലി അല്ല ചെയ്തേ, ഫോണിൽ ആളെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കുറെ ഫാൻസ് ആളുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞ് റിമൈൻഡ് ചെയ്തിട്ടുള്ള മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് മറക്കാതെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പൈസ അയച്ചു തരാം, എന്റെ പേര് പറയാൻ ഞാൻ QR കോഡ് ഇട്ടേക്കാം. പൈസ അയച്ചു തന്നിട്ട് ഞാൻ പേര് പറയാം. ജസ്റ്റ് മീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അക്കൗണ്ട് അയച്ചിരിക്കുന്നത്. ഹായ് പറയാം. പിന്നെന്താണ്, ഒരു മിനിറ്റ്. ബിഗ് ബോസ് കാണാറില്ല, ഇല്ല പറഞ്ഞതിന് ശേഷം കാണാൻ തുടങ്ങിയ ഒരാളെന്നൊക്കെ പറഞ്ഞിട്ടുള്ളതുണ്ട്. വേറൊരു ലക്ഷ്മി, ഞാൻ ലക്ഷ്മിയാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ട്രൈ മോഡലിംഗ് ഓൾറെഡി ചെയ്യുന്നുണ്ട്. കുറച്ച് മോഡലിംഗ് കാര്യങ്ങളൊക്കെ ത്രൂ ആണ് ഞാൻ മൂവീസിലും വരുന്നത്, പാജൻസും ഇതൊക്കെ ആയിട്ട്. പിന്നെ മോന്റെ ഒരു പിക്ക് ഇടാമോ ദിവ്യൻ? മോനെ എപ്പോഴും ഇതാക്കാം. തമിഴ്നാട് ഫാൻസി. ഓക്കെ. തമിഴ്നാട്ടിലുള്ള എല്ലാ ഫാൻസിനും ഹായ്. കുറച്ച് പേരുണ്ട് അവിടുന്ന്, തമിഴ് മാത്രമല്ല കന്നഡ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്, അവർക്കും ഹായ് ഹായ് ഹായ്. സൂപ്പർ. മാമിന്റെ നെയിം പറ. എന്റെ പേര് ലക്ഷ്മി, വേദ് ലക്ഷ്മി എന്നാണ് എന്റെ ഇൻസ്റ്റാ പേജ് ഒഫീഷ്യൽ നെയിം എന്നിട്ടുള്ളത്. അല്ലാതെ എന്റെ പേര് ലക്ഷ്മി ഹരികൃഷ്ണൻ എന്നാണ്. അച്ഛന്റെ പേര് ഹരികൃഷ്ണൻ എന്നാണ്. നൈസ് ടു സീ യു ഇൻ ലൈഫ്. BB7 കുറെ പേര് ദുബായിൽ പോയി. നിങ്ങൾ എപ്പോഴാണ്? എന്നെ ആരെങ്കിലും ദുബായിലോട്ട് ഇൻവൈറ്റ് ചെയ്താൽ ഞാൻ വരുന്നതായിരിക്കും. ഹോപ്പ്ഫുള്ളി വെക്കേഷൻ ടൈം ആണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ ബിഗ് ബോസിലെ ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു? ബിഗ് ബോസിലെ ലൈഫ് നല്ല രസമാണ്. നമ്മള് പുറത്തെ ലോകമായിട്ട് കണക്ഷൻ ഒന്നും ഇല്ല, ഫോണൊന്നും ഇല്ല, എന്താ നടക്കുന്നതെന്ന് അറിയത്തില്ല, നമ്മുടെ എന്ത് ഇമേജ് ആണ് പുറത്തോട്ട് പോകുന്നതെന്ന് അറിയത്തില്ല. ഈ പറയുന്ന കണക്ക് ഫുഡിന്റെ കാര്യവും അങ്ങനത്തെ ഇതൊക്കെ കുറച്ചൊക്കെ കൺസ്ട്രെയിൻസ് ഉണ്ട്. നമുക്ക് അത്രയും റേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്നിട്ട് വരും. ഒരു മിനിറ്റ്, മരിയ ജോയിൻ ആവുന്നുണ്ടോ എന്ന് നോക്കിക്കോട്ടെ. ഫ്രണ്ട് ആക്സെപ്റ്റ്. ഓക്കെ, എന്റെ ഫ്രണ്ട് മരിയ ജോയിൻ ചെയ്യുന്നുണ്ട്. എന്റെ ഇമ്മീഡിയറ്റ് നെയ്ബറും ക്ലോസ് ഫ്രണ്ടും ആണ് ആള്. അവിടെ ഹെൽപ്പൊക്കെ ചെയ്യുന്നതാണ്. ഹായ് മരിയ. ഹായ്. എന്തുണ്ട്? എന്തുണ്ട്? ഞാൻ ലൈവിൽ ആദ്യമായിട്ടാട്ടോ. ഓക്കെ. അത് ആലോചിക്കണ്ട. ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ വരും. അത് ആലോചിക്കണ്ട. ഫ്രീ ആയിട്ട് തന്നെ ഇതായാൽ മതി. എവിടെ പോവാ? ഞാനിവിടെ ബ്ലൂ വാട്ടർ ഷോപ്പിംഗ്. ഓക്കെ, ഷോപ്പിംഗ്. ഓക്കെ, സുഖല്ലേ? നിന്നെ കണ്ടത് കൊണ്ട് അങ്ങ് കേറുക. ഓക്കെ. മരിയ നിങ്ങൾ ചിലപ്പോ കണ്ടിട്ടുണ്ടായിരിക്കും. എന്റെ ബർത്ത്ഡേ വിഷിന്റെ വീഡിയോയിലൊക്കെ മരിയ ഉണ്ടായിരുന്നു. മരിയ അങ്ങനെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാരും പറയുന്നുണ്ട് നിന്നോട് സിംഗിങ് വീഡിയോസ് ചെയ്യാൻ. നിന്റെ സിംഗിങ് വീഡിയോസ് ചെയ്യാം. അത് സ്റ്റുഡിയോ സിംഗിങ് അല്ലാതെ തന്നെ മുമ്പ് നോക്കുന്നുണ്ടല്ലോ. ഹായ്, മരിയയുടെ മോനാണ്. പിന്നെന്താ, സിംഗിങ് വീഡിയോസ് ചെയ്യാം. ഗീവ് അവേയുടെ റിസൾട്ടിന്റെ കാര്യം ചോദിക്കുന്നുണ്ട്. സ്വപ്ന ചേച്ചി ഇപ്പം കുറച്ച് ഓക്കെ. ഓക്കെ. മരിയ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പരിചയപ്പെടുത്താം. മരിയ എന്റെ ഇമ്മീഡിയറ്റ് നെയ്ബർ ആയിരുന്നു. യൂട്യൂബിലുള്ള എന്നെ A to Z എന്റെ കാര്യങ്ങളെല്ലാം അറിയാവുന്ന ഒരാളാണ്. ജേർണി ഫുൾ അറിയാം. ബിഗ് ബോസിന് മുന്നേ ഉള്ളത്, അത് കഴിഞ്ഞിട്ടുള്ളതും. സോ എനിക്കൊരു വലിയൊരു സപ്പോർട്ട്. എന്റെ ഇതിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് പേര് ഫ്രണ്ട്സിന്റെ ദേഹത്ത് മണ്ണ് പോലും വീഴ്ത്താൻ സമ്മതിക്കാത്ത കുറച്ച് പേര്, അങ്ങനെ ഉള്ളത് ഒരാളാണ് മരിയ. ഓക്കെ. കട്ടപ്പനക്കാരിയാണ്, ഇടുക്കി. ഒരു നല്ലൊരു ഹ്യൂമൻ ബീങ്, അതാണ് മരിയ. ഓക്കെ, മതിയോ? സന്തോഷം. നിന്റെ ഫാൻസിനോടൊക്കെ സംസാരിച്ചു നടക്കട്ടെ. ഓക്കെ, ശരി. അപ്പൊ മരിയ ലേവിയാണ്. ബൈ ബൈ ബൈ.
സീനത്തെ ഗ്രൂപ്പിൽ ബഹളം ഉണ്ടാക്കുന്നു എന്ന് പറയുന്നുണ്ട്. സീനത്തെ ജോയിൻ ചെയ്താൽ നല്ലതായിരുന്നു. സീനത്ത് എന്ന് പറഞ്ഞാൽ എന്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയണ്ടേ സപ്പോർട്ട് സിസ്റ്റം എന്നൊന്നും പറഞ്ഞാൽ പോരാ, അതിനേക്കാളും കൂടുതൽ ജോലി വരെ മാറ്റി വെച്ചിട്ട് ഒരാള് സപ്പോർട്ട് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട്. അതും BB വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ അതാണ് സീനത്ത. ഓക്കെ, വേറെ ആരെങ്കിലും ജോയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിക്കോട്ടെ. അബ്ദുൽ അക്സെപ്റ്റ് ചെയ്യാണ്. ഓക്കെ, ഇത് മിസ്റ്റർ അബിൽ ദേവ് ഉണ്ട്. KFLന്റെ ഇതാണ്, എന്റെ ക്ലോസ് ഫ്രണ്ട് ആണ്, ഓണർ ആണ്. ഐ ഡോണ്ട് തിങ്ക് ഈസ് ഗോയിങ് ടു ജോയിൻ, നോട്ട് ഷുവർ. ഹലോ. ഹലോ, വീഡിയോ ഇല്ല. ഞാൻ മരിയനെ കണ്ടോണ്ട് ചാടിക്കേറി വന്നാണ്. അവളെ ഓക്കെ ഓക്കെ, അപ്പത്തേക്ക് എന്നാ പോയി. ശരി, ലീവ് ചെയ്തോ. അവള് ഞാൻ പോയി, അവളെ മരിയ അവളെ പോയി. അവളെ നാണം കെടുത്താൻ കിട്ടിയ ഒരു ചാൻസ് ആയിരുന്നു. അപ്പൊ പിടിച്ച് കൊടയാന്ന് വിചാരിച്ച് വന്നാണ്. നോട്ട് സിറ്റുവേഷൻ ലൈവ്, നമ്മൾ വീഡിയോ വരാൻ പറ്റുന്ന ഓക്കെ സിറ്റുവേഷനിലല്ല. ഓക്കെ, എന്നാ ഞാൻ ഓക്കെ, ലീവ് ചെയ്യിപ്പിക്കാം. അപ്പൊ ഓൾ ഇത് ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. എടോ ഒരു ഓക്കെ, പാട്ടൊക്കെ പാടുറോ, ആ എന്ത് പാടും? പാട്ടൊക്കെ പാടാം 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 ശരി. പാടാം. ശരി ശരി, ഓക്കെ, ബൈ. വേറെ കുറച്ച് പേര് അക്സെപ്റ്റ് ചെയ്യാമെന്നുള്ള ചോദിച്ചിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആരെ അറിയാത്തത് കൊണ്ട്, ലൈക്ക് നേരിട്ട് പരിചയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്തേനെ കേട്ടോ. ഒത്തിരി റിക്വസ്റ്റ്, ഒരു 10-20 പേരോളം റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട് ലൈവില് ജോയിൻ ചെയ്യാൻ. സോ അതുകൊണ്ട് മാത്രം, ആരാന്ന് അറിയാത്തതുകൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്നില്ല. ഗിവ് എവേയുടെ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ട്യൂസ്ഡേ ഈവനിങ് ആകുമ്പോഴത്തേക്കും ആയിട്ട് റിസൾട്ട് വരാം ഗിവ് എവേയുടെ. ഒത്തിരി ഇഷ്ടം. ഓക്കെ, താങ്ക് യു സോ മച്ച്. വേറെന്താ, ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? love how you took your stand. Okay, thank you. ആരുടെ മുന്നിൽ നിന്നുള്ളതൊന്നും അല്ലല്ലോ, നമുക്ക് നമ്മുടെ കാര്യം ആരുടെത്താണെങ്കിലും പറയാലോ, അങ്ങനത്തെ വിഷയമൊന്നുമില്ല. പിന്നെന്താണ്, ലക്ഷ്മി തമ്പുരാട്ടി. എനിക്ക് അതിനകത്ത് വെച്ച് തമ്പുരാട്ടി എന്ന് വിളിക്കുന്ന ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ഇഷ്ടം കേട്ടോ. ഷാനവാസിക്ക് ഭയങ്കര ഇഷ്ടമാണ് തമ്പുരാന്ന് വിളിക്കുന്നത്. പുള്ളി ആക്ച്വലി അത് എൻജോയ് ചെയ്യുന്നതാണ്. വേറെ മസ്താനി പോയോ? അഞ്ജന, ഹായ് അഞ്ജന, നമ്മുടെ ലൈൻ കട്ടിന്റെ ആങ്കർ, നമ്മുടെ BBയുടെ സ്വന്തം അഞ്ജന ഉണ്ട്. ഷാനവാസിക്കയുടെ കൂടെ വീഡിയോ ചെയ്യൂ. പിന്നെ ഞങ്ങളൊരു ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തേക്ക് ഒരു എന്തായിരുന്നു, ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. അനീഷിന്റെയും ഷാനവാസിന്റെയും കൂടെ ഉള്ളൊരു പിക്കിന്റെ താഴെയുള്ള കമന്റ്സ് ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് ചെയ്യണമെന്നുള്ളത്. ആള് കൊച്ചി വരുമ്പോഴത്തേക്കും പറയാൻ പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബിൽ ഡെയിലി വീഡിയോസ് പ്രതീക്ഷിക്കുക. ഡെയിലി ഷോർട്സ് പ്രതീക്ഷിക്കാം. പക്ഷെ വീഡിയോസ് എനിക്ക് എഡിറ്റ് ചെയ്ത് ഇതാക്കാനുള്ള ഒരു ടൈം അത് ഡെയിലി ഉണ്ടാവത്തില്ല. ലോങ് വീഡിയോസ് മന്ത്ലി കുറച്ചെണ്ണം ഉണ്ടാവും. ഷോർട്ട് വീഡിയോസ് മാക്സിമം ഇടാട്ടോ, മാക്സിമം അതിടാം. സമയത്തിന്റെ കൂടെ ഉള്ളതൊക്കെ ചെയ്യാം. എന്റെ തലയിൽ തേങ്ങ വീണു എന്തൊക്കെയാ ആൾക്കാർ പറയുന്നത്. ഫാൻസ് ഫ്രം തമിഴ്നാട്ടിൽ നിന്നുള്ളവർക്ക് പ്രത്യേകം ഹായ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ലാംഗ്വേജ് ആണ് തമിഴ്. എനിക്ക് തമിഴ് എഴുതാനും വായിക്കാനും ഒക്കെ അറിയാം, അത്രയും ഇഷ്ടമാണ്. തന്നെ അത് എഫേർട്ട് എടുത്ത് പഠിച്ചതാ. ലാംഗ്വേജ് അത്രയ്ക്ക് ഒരു സ്വീറ്റ് ലാംഗ്വേജ് ആണ്. മലയാളത്തിന്റെ കുറെ വേർഡ്സ്, ലെറ്റേഴ്സ് തമിഴുമായിട്ട് സിമിലർ ആണ്. എന്താണ്, കുറച്ച് പേര് പ്രേസ് ചെയ്യുന്നൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ കാണുന്നുണ്ട്. എല്ലാം കൂടെ വിളിച്ച് ഞാൻ പറയുന്നില്ല, ഞാൻ തന്നെ പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് താങ്ക് യു, ഞാൻ അക്നോളജ് ചെയ്യുന്നുണ്ട്. താങ്ക് യു കേട്ടോ. ഹെയർ എന്താ ഇങ്ങനെ? ഹെയർ ഞാൻ യൂഷ്വലി ഇപ്പൊ ഒന്നും ചെയ്തിട്ടില്ല, വലിയ കാര്യമൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അതുകൊണ്ടാണ് ഇങ്ങനെ. സുഖമാണോ? സുഖമാണ്. ജെനിയെന്ന് വിളിക്കുമോ ചേച്ചി പ്ലീസ്? ജെനിയാന്ന് വിളിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ജെനിയ വിളിച്ചിട്ടുണ്ട്. ഞാൻ ജോബ് എന്താ ചോദിക്കുന്നത്, ഞാൻ ആർക്കിടെക്ട് ആണ് ബൈ പ്രൊഫഷൻ, പ്ലസ് മാർക്കറ്റിംഗ് ജോബാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മീഡിയ ഫീൽഡിലുള്ള വർക്കിന്റെ കൂടെ ആർക്കിടെക്ചർ ഫീൽഡിലുള്ള ജോബ് അങ്ങനെ ഫുൾ ടൈം ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. സോ മാർക്കറ്റിംഗ് ജോബ് ചെയ്യുന്നുണ്ട്. ഷാനുക്ക ബോണ്ട് നൈസ് ആയിരുന്നു. ഷാനുക്ക ബോണ്ട് നൈസ് ആയിരുന്നു. എനിക്കറിയാം, ആദ്യം വഴക്ക് കൂടിയിട്ട് പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് ആയതല്ലേ. അതൊക്കെ നല്ലൊരു ബന്ധമാണ്, അത് ലൈഫ് ലോങ് ഉണ്ടാവും. അതൊക്കെ നല്ലൊരു രീതിയിലുള്ള ഇതൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ അകത്തോട്ട് കയറുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റില്ല. ഈവൻ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ആരൊക്കെയാണ് ഒരു ലൈഫ് ലോങ് നല്ല ട്രൂ ഫ്രണ്ട്ഷിപ്പ്, എനിക്ക് ഫ്രണ്ട്സ് ആക്കുന്നവര് ഈ ലൈഫ് ലോങ് കൊണ്ടുപോകണം അങ്ങനെ നിർബന്ധമുള്ള ഒരാളാണ്. ഷോർട്ട് ടേമിനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എനിക്ക് പറ്റത്തില്ല. സോ അതുപോലെ ഒരാളാണ് ഷാനവാസിക്ക. നല്ലൊരു മനുഷ്യനാണ് കേട്ടോ, ഒരു വെരി നൈസ് ഗുഡ് ഹ്യൂമൻ ബീങ്. കുറെ പേര് ഹലോ ഇതാക്കിയിട്ടുണ്ട്. ഗിവ് അവേ മാത്രമല്ല കേട്ടോ, ഞാൻ ഗിവ് അവേയുടെ കാര്യം അത് റിമൈൻഡ് ചെയ്തേ ഉള്ളൂ. ആരെങ്കിലും ഇനി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഉണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞതാ. കസ്തൂരി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹായ് ഫ്രം കാസർഗോഡ്. കാസർഗോഡ് ബന്തെടുക്ക അവിടെയൊക്കെ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്. ചിലരെനിക്ക് വോയിസ് അയക്കാറുണ്ട്. അപ്പം കാസർഗോഡ് സ്ലാങ്ങിൽ സംസാരിക്കുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലാവത്തില്ലായിരിക്കും എന്ന് വിചാരിച്ചു, പക്ഷെ എനിക്ക് മനസ്സിലാവും. അവിടുത്തെ സ്ലാങ് എനിക്ക് മനസ്സിലാവും കേട്ടോ. ചോറ്റാനിക്കര വന്നപ്പോൾ സെൽഫി എടുക്കാൻ ചോദിച്ചിട്ട് പറഞ്ഞു. ചോറ്റാനിക്ക് ഞാൻ ഇപ്പോഴൊന്നും വന്നിട്ടില്ല കേട്ടോ, അടുത്ത ദിവസങ്ങളൊന്നും വന്നിട്ടില്ല. വരുമ്പോഴത്തേക്കും പറയാം. അല്ലാതെ ഒന്ന് ചോദിക്കൂ, ഗീവ് അവേ റിസൾട്ട് വരുന്നത്
ഗിവ് അവേ റിസൾട്ട് വരുന്നത് ട്യൂസ്ഡേ ഈവനിങ് ആണ്. ഒരാളോട് ജോയിൻ ചെയ്യുന്നുണ്ട്. ഹായ് പറ. ഹായ് ഹായ്. ഇത് മോനാണ് സമന്നു. എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചു. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോന്ന് ചോദിച്ചു. എല്ലാവർക്കും സുഖമാണ്. സമന്നുന്റെ വിശേഷം പറ. സമന്നു ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞേ പറ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അമൃത വിദ്യാലയം പ്രീതിഭാവം. എന്റെ പൊന്നോ. ക്ലാസ്സാ പറഞ്ഞ LKG B അത്ര ചോദിച്ചു. LKGB. ഓക്കെ ശരി. എല്ലാവർക്കും ഒരു ഹായ് പറ. പിന്നെ സമന് പാട്ട് പാടുന്നോ? ഏത് പാട്ടാ പാടുന്നത്? എന്നെ പഠിച്ചു. പഠിക്കോ? സമനുവിന് ഫാൻസ് ഉണ്ട്. സമനുവിന് ഫാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് സമന ഒരു പാട്ട് പഠിക്കോ? പഠിക്കോ? എന്നല്ലേ പുഞ്ചിരി നീയും നിന്നിൽ പോത്തൊരു ഞാനും നമ്മുടെ കുഞ്ഞിലും കൂടും കൂടി വന്ന കിനാവും പുഞ്ചിരി തന്തമിടും കിനാവകലും പുഞ്ചിരി തന്തമിടും നമുക്ക് രണ്ടുപേരും കൂടി ഒരു പാട്ട് പാടിയല്ലോ. ഏത് പാട്ടാണ്? നമുക്ക് ആറ്റുനോട്ടുണ്ടായ ഉണ്ണി പാടാം. വേണ്ട അതല്ല, ഏതാ? ദൈവത്തിന്റെ പാട്ട്. ദൈവത്തിന്റെ പാട്ടോ? ഏത് പാട്ടാ? ഓം ത്രിയംബകം. അയ്യോ മന്ത്രമൊന്നും വേണ്ട. അയ്യോ അതിനകത്ത് മസ്താനി ചേച്ചി ഉണ്ടെന്ന് തോന്നുന്നു. മസ്താനി ചേച്ചിക്ക് ഒരു ഹായ് പറ. മസ്താനി ചേച്ചി ഹായ്. മസ്താനി കാണണം എന്ന് പറയുന്നുണ്ട്. സമലിനെ കാണണം എന്ന് പറയുന്നുണ്ടായിരുന്നു. കൊച്ചിയില് ഞാൻ ഇതിന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞായിരുന്നു മസ്താനി വെയിറ്റ് ചെയ്യണം. പിന്നെന്താ? മിസ് ചെയ്യുന്നുണ്ട്. മിസ് ചെയ്യുന്നുണ്ടോ? അതിനെല്ലാവരുടെ പേരൊക്കെ അറിയാട്ടോ. എല്ലാവരുടെയും കണ്ടസ്റ്റൻസിന്റെ ഒക്കെ പേരും കാര്യങ്ങളും ഒക്കെ അറിയാം. അത് ചേച്ചി ഞാൻ രാജുമോൻ. രാജുമോൻ. ഓക്കെ. എന്റെ കസിന്റെ മോനാണ്. ഇതാ ഞാൻ സമനുവിനെ കൊണ്ടുവരാൻ കുറച്ച് ലേറ്റ് ആക്കി. കാരണം സമന് സംസാരിച്ച എനിക്ക് സംസാരിക്കാൻ അനുമോളെ കണ്ടിട്ടില്ല. അനുമോളെ കാണാം. നമ്മളെപ്പോഴൊക്കെ വന്നിട്ട് എവിടെ മീറ്റ് ചെയ്യണം. നമ്പറൊക്കെ ഇട്ട് പിന്നുണ്ടോ? ഒന്ന് കുറച്ച് കഴിഞ്ഞ് വന്നാൽ മതി. ബൈ. സമയത്ത് പോയി. മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ അമ്മ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. അനുമോള് ലാസ്റ്റ് സപ്പോർട്ട് ചെയ്ത് ഒത്തിരി ഇഷ്ടമാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. മീറ്റപ്പ് എന്നാണ്? കളംകാവൽ കണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. കാണണം. ഗിവ് അവേ റിസൾട്ട് ട്യൂസ്ഡേ ഈവനിങ് ആണ്. ട്യൂസ്ഡേ ഈവനിങ് ഗിവ് അവേയുടെ റിസൾട്ട് പറയും. പിന്നെ വേറെന്താ? വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനായിട്ടുണ്ടോ നോക്കട്ടെ. ഇല്ലല്ലോ. അറിയാത്ത ആരുമില്ല. സമമിണ്ടല്ലേ ചേച്ചി? പ്ലീസ് റിപ്ലൈ. ആകാശ് ഹായ്. ഹായ് ജനിയ എന്ന് പറയാവുന്ന ഒന്നുകൂടെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹായ് ജനിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു നോ പറയാ. റിക്വസ്റ്റ് വരുന്ന റിക്വസ്റ്റ് ആരുടെ വരുന്ന? ആരുടെയാണ് റിക്വസ്റ്റ്? പക്ഷെ എനിക്ക് അറിയാവുന്നവരാരും ഇല്ലാത്തോണ്ടാട്ടോ നേരത്തെ വരണം. ഓക്കെ. ഷാനാസിക്കായിട്ടുള്ള കോമ്പോസ് ആയിരുന്നു. എന്താണ് പറയായിരുന്നു. ഓക്കെ, പാട്ടിന് താങ്ക് യു. അപ്പം FB ലൈവ് പോലെ ഇതും വൈൻഡപ്പ് ചെയ്യട്ടെ. ഒരു ഹാഫ് ആൻ അവർ ആയി. സോ ക്വാളിറ്റി പീപ്പിൾ നമുക്ക് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. എനിക്കൊരു ഹായ് വരുന്നുണ്ട്. ആവശ്യമാണ്. നെറ്റ് ലാഗ് ഉണ്ടോ? നല്ല ലാഗ് ഉണ്ടോ? കേൾക്കുന്നില്ല. ലൈക്ക് ഡിലേ ആയിട്ടാണോ കേൾക്കുന്നത്? അതെനിക്ക് ഇത് വരുന്നതാണോ? എന്താ മെസ്സേജസിന്റെ ഡിലേ ആണോ? ചേച്ചി അടുത്ത സീസൺ ആയിട്ട് വിളിച്ചാൽ പോകുമോ? ബിഗ് ബോസിൽ ഗസ്റ്റ് ആയിട്ട് വിളിച്ചാൽ അതൊരു ക്വസ്റ്റ്യൻ ആണ്. ബിഗ് ബോസിൽ ഗസ്റ്റ് ആയിട്ട് വിളിച്ചാൽ പോകുന്നുള്ളത് പോയി നോക്കാം. എന്താണ് ഇത്? പോകുന്ന രസമല്ലേ? ഗെയിം ആയിട്ട് എടുക്കാം. അവിടെ ചെന്നിട്ട് നമ്മളൊന്നും അത് പേഴ്സണലി എടുക്കാൻ പാടില്ല. സോ അങ്ങനെ നോക്കുവാണെങ്കിൽ ആ ഒരു രീതിയിൽ അങ്ങ് പോണം. ഗസ്റ്റ് ആയിട്ട് വിളിച്ചാൽ പോകും. സോ ഡെഫിനറ്റ്ലി പോകും. ഹൗസ് ഇസ് ഫൺ. ബിഗ് ബോസ് ഹൗസ് ഇസ് ഫൺ. സോ അവിടെ പോകാനുള്ള ഒരു ചാൻസ് ഞാനായിട്ട് ഇനി മിസ് ആകത്തില്ല. അൾട്ടിമേറ്റ് ആണെങ്കിലും ഗസ്റ്റ് ആണെങ്കിലും ഒക്കെ. നിങ്ങൾ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ആളല്ലേ? അതെ, ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ആളാണ്.
സ്റ്റാർസ് ഇങ്ങനെ ഉടനെ ടെലികാസ്റ്റ് ചെയ്യും. ഞാനും സാബുവും ബിന്നിയും സരിക ചേച്ചി എല്ലാരും കൂടെ ആയിട്ട് ലാസ്റ്റ് വീക്ക് പോയിട്ടുണ്ടായിരുന്നു. നല്ല ഒരു രസമുള്ള ഒരു എപ്പിസോഡ് ആയിരുന്നു. സോ നിങ്ങൾ എല്ലാരും കാണുമ്പോഴത്തേക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. സീനത്തെ വിളിച്ച ഏതു അന്വേഷിച്ചൊന്ന് പറയണേ മറക്കല്ലേ. ഓക്കെ, ഏതു പറയാം, സീനത്തോട് പറയാം. റോട്ടറി പ്രോഗ്രാം രാജേഷ് ദേവദാസ്. ഓക്കെ, ഇൻവൈറ്റ് ചെയ്തോളൂ, വരാട്ടോ. ബിഗ് ബോസ് ഇഷ്ടപ്പെട്ടു, ഒന്ന് പാടടോ. പാടാം. ഏത് പാട്ടാ? ഓക്കെ, എന്ത് പറഞ്ഞാലും പാടാമേ. എന്തു പറഞ്ഞാലും നീണ്ടേതല്ലേ വാവേ, കൂടെ പൊരുപ്പൂവേ, മാനത്തെ കൂട്ടിൽ മഞ്ഞുമൈനയുറങ്ങിയില്ലേ, താരാട്ടും പാട്ടിൽ മണിത്തത്തയുറങ്ങിയില്ലേ, പിന്നെയും നീഞ്ചിൽ ചാരും ചില്ലിൻ വാതിൽ എന്തേ മുട്ടിയില്ല. ബ്രൈറ്റിനെ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ട്, പക്ഷെ ബ്രൈറ്റിന്റെ റിക്വസ്റ്റ് എനിക്ക് വന്നിട്ടില്ല കേട്ടോ. ബ്രൈറ്റിന്റെ റിക്വസ്റ്റ് എനിക്ക് ലൈക്ക് എനിക്കായിട്ട് ആഡ് ചെയ്യാൻ പറ്റുമോ? ലെറ്റ് മീ ചെക്ക്. യാ, ഞാൻ ബ്രൈറ്റിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ബ്രൈറ്റ് ഈസ് എ ഷോ ഹോസ്റ്റ്, ഒരു ആങ്കർ ആണ്. ഈസ് ഇൻ ടു സോ മെനി തിങ്സ്, ലൈക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ട് പോകുന്നൊരു അടിപൊളി മനുഷ്യനാണ്. ഹോപ്പ് ഹി വിൽ ബി ഏബിൾ ടു ജോയിൻ. സൺഡേ ആയതുകൊണ്ട് അവിടെ സൺഡേ ആണ് കൂടുതൽ ഒരു ഓഫ് ഡേ കിട്ടുമ്പോഴാണ് മാക്സിമം ആൾക്കാർ ഒരു മീറ്റ് ടൈം കിട്ടുക. സോ ബിസി അല്ലെങ്കിൽ പ്ലീസ് ജോയിൻ ബ്രൈറ്റ്. ഷാനവാസ് ഒക്കെയുടെ കൂടെ ഫോട്ടോഷൂട്ട് പെട്ടെന്ന് വേണം എന്നാണ് എന്റെ ആഗ്രഹം. ആളൊന്ന് കൊച്ചി വരുമ്പോഴത്തേക്കും പറയാൻ പറഞ്ഞിട്ടുണ്ട്. അതൊരു നല്ലൊരു ഫോട്ടോഷൂട്ട് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ആഗ്രഹമുണ്ട്. കുറെ വട്ടമായി പ്ലീസ് റിപ്ലൈ തരുമോ എന്തെങ്കിലും. ആകാശ്, ഞാൻ റിപ്ലൈ തന്നായിരുന്നു. ഞാൻ നേരത്തെ ഒരു റിപ്ലൈ തന്നായിരുന്നു കേട്ടോ. ഓക്കെ, ആർ യു സിംഗർ? നോ, ഐ എം നോട്ട് എ സിംഗർ. പാട്ട് കുറച്ചാൾ പഠിച്ചിട്ടുണ്ട്. ഹായ്, താങ്ക്സ് ലക്ഷ്മി ഫോർ ദ റോട്ടറി ഗസ്റ്റ് കൺഫർമേഷൻ. വെൽക്കം. രാജേഷ്, അത് ഏത് സ്ഥലത്താന്നോട് പറയാൻ, എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ലക്ഷ്യം നമ്മളെ ഒന്ന് മൈൻഡ് ചെയ്യുക, ക്യാൽക്ക് പോകണം. എല്ലാരും മൈൻഡ് ചെയ്യുന്നുണ്ട്. ഒരു ഇൻഡിവിജ്വലി എല്ലാവർക്കും ഉള്ള എന്റെ പൊന്ന സമയം ഞാൻ ലീവ് ചെയ്യാനുള്ള ടൈമായി. ഞാൻ കുറച്ച് പിന്നെ ലൈവ് വരാം. എന്താ ഗിവ് റിസൾട്ട് അറിയാം. ട്യൂസ്ഡേ ഈവനിങ് ആണ് റിസൾട്ട് അറിയാം. പാകിസ്ഥാൻകാരെ കുറിച്ച് രണ്ടു വാക്ക്. അതൊക്കെ എന്തേ പറയുന്നത്? പാകിസ്ഥാൻകാരോ? പാടരുത്. പാടരുത് പാടി. ഓക്കെ, എനിക്കൊരു ഹായ് ദാവേദ് മീൻസ് എന്താ ഗിവ് റിസൾട്ട്. മോൻ വന്നിട്ട് പോയി. എനിക്ക് മോന്റെ അടുത്ത് പോകണം, ഒരു എമർജൻസി ആയിട്ട് കേട്ട് കാണാൻ കുറച്ച് പേരെങ്കിലും. അപ്പൊ ബൈ ബൈ ബൈ, ഞാൻ പിന്നെ വരാം. എന്താണ് യൂട്യൂബ് ചാനലിന്റെ കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ചാനലിന്റെ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. വിഴികൾ സോങ് അടിപൊളി, താങ്ക് യു. യൂട്യൂബ് ചാനൽ എല്ലാവരും ഇത് ചെയ്യണേ, ഒന്ന് അവിടെ ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്നും മറക്കരുത്. അവിടെ ആയിരിക്കും അപ്ഡേറ്റ്സ് ഉണ്ടാവുക. മെസ്സേജിന് റിപ്ലൈ തരുന്നുണ്ടല്ലോ, ഒരുപാട് ഇഷ്ടമാണ്. വാവ ഒന്ന് നേരത്തെ കാണിച്ചായിരുന്നു. ഹെലക്സ് എന്റെ റിക്വസ്റ്റ് അഗെയിൻ. ഓക്കെ, ബ്രൈറ്റ് ജോയിൻ ചെയ്യാൻ ഒരാള് ജോയിൻ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ അങ്ങോട്ടൊരു റിക്വസ്റ്റ് അയച്ചോട്ടെ. ബ്രൈറ്റ് കഴിഞ്ഞിട്ട് ബ്രൈറ്റ് ഞാൻ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. ഹായ് ബ്രൈറ്റ്. ഹേയ് ലക്ഷ്മി, നമസ്കാരം. എന്തൊക്കെ വിശേഷം? സുഖമായിട്ട് പോകുന്നു. അവിടെ എന്തുണ്ട് വിശേഷം? സൺഡേ ആയിട്ട് എന്താ പരിപാടി? വർക്കിലാണ്. ലക്ഷ്മിയുടെ ഇത് ലൈവ് ഉണ്ടെന്ന് അറിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയതാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ഇത് ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ബ്രൈറ്റും കൂടാണ്. മരിയ ഉണ്ടായിരുന്നു നേരത്തെ, സ്വപ്ന ചേച്ചി ഉണ്ടായിരുന്നു. മരിയനെ കണ്ടു, അബിൽ ബ്രോ കയറിയത് ഞാൻ കണ്ടു. വാച്ച് ചെയ്യായിരുന്നു. ഹാപ്പി കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. കേട്ടോ, ഒത്തിരി സ്നേഹം. ഞങ്ങൾക്ക് വർക്കിൽ തിരിച്ചു കയറേണ്ട സമയമായി. നടക്കട്ടെ, വർക്ക് നടക്കട്ടെ. ഓക്കെ, ബൈ ബൈ ബൈ, ടേക്ക് കെയർ, ബൈ. ലീവ് ചെയ്യുന്ന ഐ തിങ്ക് യു വിൽ ഹാവ് ടു ലീവ് ഫ്രം ദർ. എനിക്ക് ഇവിടെ നല്ല ചെയ്യാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു കേട്ടോ. ഞാൻ നേരത്തെ ഒക്കെ അങ്ങനെ എനിക്കൊരു പിടിയില്ല ബ്രൈറ്റ് ലീവ് ചെയ്യാവുന്ന. ഓക്കെ, ബൈ ബൈ ബൈ, ടേക്ക് കെയർ. അപ്പം അമ്മ വരാൻ സമയം അവിടെ ഇട്ടൊന്നും മാറി. അമ്മ ഇപ്പൊ വരാം 2 minutes, ഇപ്പൊ വരാം. അപ്പൊ ഞാൻ പോവാണ്. ഇനി ലൈവ് വരാം. തെലുഗുലുള്ള വീട് എവിടെ? എന്റെ വീട് ആലപ്പുഴയാണ്. ആലപ്പുഴ അമ്പലപ്പുഴ എന്റെ വീട്. സൺ ക്യൂട്ടാണ് കേട്ടോ, താങ്ക് യു സോ മച്ച്. തനുജ ബിഗ് ബോസ് തെലുഗുവിൽ വോട്ട് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ,
വാവ പിന്നെ വരാം. വാവ ഇപ്പം ഇനിയും വരുത്തുന്നില്ല. അപ്പൊ ഗീവ് അവേ റിസൾട്ട് ട്യൂസ്ഡേ ഈവനിങ് ആണ്. ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യാണ്, ആരെങ്കിലും ഇനി പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ പ്ലീസ് ടു പാർട്ടിസിപ്പേറ്റ്. 1 lakh ആണ് ഗീവ് അവയുടെ പ്രൈസ് ഉള്ളത്. സോ സ്വപ്ന ചേച്ചിയും ഫ്ലൈറ്റ് ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ ഓണർ അങ്ങനെ എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആരും മിസ് ചെയ്തുകൊണ്ട് അഭിഷേക് മാഡം എന്നൊക്കെ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇതെടുത്ത് ലീവ് എടുത്തിരിക്കുമല്ലോ, കുറച്ച് നാള് ഡീടോക്സ് ചെയ്യാൻ വേണ്ടിട്ട് മാറി നിൽക്കാന്നൊക്കെ പറഞ്ഞ സ്റ്റോറി കണ്ടു. പിന്നെ വന്നോ അഭിഷേക് ശ്രീകുമാർ ആണത്. പിന്നെ അപ്പോ ഞാനിപ്പോ ലീവ് ചെയ്യാണ്. നമ്പർ ലീക്ക് ആയോ? ആരുടെ നമ്പർ? എന്റെ നമ്പറോ? ഇല്ലല്ലോ, എന്റെ നമ്പർ അങ്ങനെ ലീക്ക് ആയിട്ടില്ലല്ലോ. ഓക്കെ, ബൈ ബൈ ബൈ. അപ്പോ ഗുഡ് നൈറ്റ് എല്ലാവർക്കും, ഗുഡ് നൈറ്റ്. ഇടയ്ക്ക് ലൈവ് വരാം. ഐ തിങ്ക് ഇൻസ്റ്റാ ലൈവ് ആണെന്ന് തോന്നുന്നു, കുറച്ചുകൂടെ FB ലൈവിനെക്കാട്ടിലും ഞാനൊന്ന് നോക്കിയായത് കുറച്ചുകൂടെ ഇന്ററാക്റ്റീവ് ആയത് ഇവിടാന്ന് തോന്നുന്നു. ഇപ്പൊ ഇടയ്ക്ക് വരാം, ലൈവ് ഒക്കെ വരാം. ഫാൻസ് മീറ്റപ്പ് ഒരു സ്ഥലമൊക്കെ കണ്ടുപിടിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ഫാൻസ് മീറ്റപ്പ് വെക്കാം കേട്ടോ. ഏത് സ്ഥലം എന്നുള്ളത് നോക്കിയിട്ട് മാക്സിമം ആൾക്കാരെ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഒളിഞ്ഞോട്ടാവാലോ? ഒളിഞ്ഞോട്ടാവാലോ അഭിഷേക്, ഒളിഞ്ഞോട്ടാവാം. ആവാം. ഇടയ്ക്കിടയ്ക്ക് കയറിയാൽ മതി, കാരണം അതിന്റെ ഡാർക്ക് സർക്കിൾസ് ഒന്ന് മാറട്ടെ. കുറച്ചെങ്കിലും ഡീടോക്സ് ചെയ്യേണ്ട ടൈം കഴിഞ്ഞു. ഓക്കെ, അപ്പോ എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്. സോ ഹാപ്പി ടു കണക്ട് ഹിയർ. ഇനി ഇടയ്ക്ക് വരാം. എന്തെങ്കിലുമൊക്കെ വിശേഷം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരാം. വേറെന്താണ്, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതാണ് എന്റെ മെയിൻലി ഉള്ളൊരു കാര്യം ഇപ്പൊ പറയാനുള്ളത്. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണോ? അതെ, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാ അപ്പൊ പോട്ടെ. ഗുഡ് നൈറ്റ്, ബൈ ബൈ, ലവ് യു ഓൾ. I'm trying to close, okay.